ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഓസ്ലർ, എബ്രഹാം ഓസ്ലർ ചിത്രത്തിൻ്റെ റിവ്യൂ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചില വലിയ ഫോർച്യുനേറ്റ് ആയിട്ടുള്ള റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂകൾ കണ്ടു. അപ്പോൾ അതിൽ ചില റിവ്യൂസിനോടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസഗ്രി ചെയ്യുന്നു. കാരണം ഇവർ ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. കമ്മോൺ. എന്നാൽ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ വെറുതെ അവരെ വിമർശിക്കുന്നതല്ല, ഈ റിവ്യൂവേഴ്സിനെ. ഒരു ചലഞ്ച് ഞാൻ പറയാം. അതായത്, അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ എഴുതാനും സ്ക്രിപ്റ്റ്, കഥ, സിനിമ ഇതൊക്കെ എഴുതാനും സൃഷ്ടിക്കാനും ഒക്കെ താല്പര്യമാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. താല്പര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഓസ്ലർ കണ്ടതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. സോ അതുപോലെ വേറൊരു ചിത്രം, ഒരു സമാനമായിട്ടല്ല, അതേ ഒരു പാറ്റേണുള്ള ഒരു ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്നൊരു ചിത്രത്തെക്കുറിച്ച് ഞാനിങ്ങനെ അപ്പം മുതലേ നമ്മൾ മോട്ടിവേറ്റായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു 4 മണിക്കൂർ, ഞാൻ ഉച്ച മുതൽ തുടങ്ങിയതാണ്, ഒരു 4 മണിക്കൂർ, വെറും 4 മണിക്കൂർ തുടർച്ചയായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോണ്ടല്ലോ, നമ്മൾ അതിനോടൊപ്പം നിൽക്കുമ്പോൾ, അപ്പോൾ നിസ്സാരമായിട്ട് സ്ട്രെയിറ്റ് പാറ്റേണിലൊരു കഥ ഉണ്ടാക്കാൻ പറ്റും ആർക്കായാലും. പക്ഷേ ഇപ്പം ഓസ്ലർ ചിത്രത്തിൽ ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റുകളാണ്, ഒരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയും, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയും, നിർത്തൂ, ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറയും. ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം നേരെ മറിച്ച്, ക്ഷമിക്കണം, ഇവിടെ അടുത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൻ്റെ കമൻറ്റേറ്ററിയാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. റൈറ്റ്. അപ്പം നേരെ മറിച്ച് ഒരു റിവ്യൂ ഇടുക എന്നുള്ളത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റും. എനിക്ക് ഒരു മാനസിക സംഘർഷവുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഈ റിവ്യൂ ചെയ്യാൻ പ്രിപ്പറേഷൻ പോലും ഇല്ല. വളരെ ഈസി ആയിട്ട് എനിക്കത് പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്, എനിക്ക് വലിയ ഫാൻസി ചെയറുകളൊന്നുമില്ല, വലിയ റൂമുകളൊന്നുമില്ല. പിന്നെ അൽഗോരിതം ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ഈ പറയുന്ന പ്രശസ്തരായിട്ടുള്ള റിവ്യൂവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ധാരാളം വ്യൂവേഴ്സ് ഇത് കാണുന്നു, അതാണ്. നമുക്കതില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് വലിയ ഒരു ടാലൻറ്റോ ഒന്നുമില്ല ഈ റിവ്യൂ കണ്ടൻറ് ഇടാനായിട്ട്. പക്ഷേ നേരെ മറിച്ച് ഓസ്ലർ പോലൊരു ചിത്രമുണ്ടാക്കാൻ, ഞാൻ പറയട്ടെ, എത്ര ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും അവർക്ക്, എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും അങ്ങനൊരു ചിത്രം രൂപപ്പെട്ടു വരാനായിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വെറും 4 മണിക്കൂർ ആലോചിച്ചതേ ഉള്ളൂ. എൻ്റെ സത്യം പറയാമല്ലോ, നമ്മൾ ആ ഭ്രാന്തിൻ്റെ വക്ക് വരെ എത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇന്ന് ചിന്തിക്കില്ല എന്നുള്ളതാണ്. വീണ്ടും കയറി വരും ഇങ്ങനെ സീൻ. അപ്പോൾ അതാണല്ലോ ഭ്രാന്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ റിവ്യൂ മനസ്സിലായി കാണുമല്ലോ. എനിക്കറിയില്ല ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ജയറാമിൻ്റെ ഇത്, അത്, മറ്റ് ഘടകങ്ങൾ, അത് ശരിയല്ല, ഇത് ശരി. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട്. ഐ മീൻ, ഓസം ചിത്രം. നമുക്ക് ടൈം പാസ്സാണ്, ടോട്ടൽ ടൈം പാസ്. ഒരു വട്ടമൊന്നുമല്ല, വേണേൽ 2 വട്ടം കാണാം. ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ടായിരിക്കാം. നമുക്കതിൻ്റെ കാരണം ആദ്യ വട്ടം കാണുമ്പോഴേ അതിൻ്റെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അപ്പം രണ്ടാമത് കാണുമ്പോൾ ക്ലിയർ ആവും, പിന്നെല്ലാം ക്ലിയർ ആവും. അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റുകളാണ്. വേറെന്താണ്, ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, ഒരു സൂപ്പർ ക്യാമിയോ ഉണ്ട്, പറയാൻ പാടില്ല, ബട്ട് അതൊക്കെ സൂപ്പറാണ്. പിന്നെ മെഡിക്കൽ ത്രില്ലറാണ്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെന്താണ്, കൂടുതൽ കാര്യങ്ങൾ പറയരുതല്ലോ. എൻഗേജിങ് ആണ് കേട്ടോ, എൻഗേജിങ് ആണ്, ബോറടിക്കത്തില്ല. നമുക്കറിയാമല്ലോ ചില ചിത്രങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു, എന്നാൽ അതും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പക്ഷേ ഇതങ്ങനല്ല. തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ എൻഗേജിങ്, ടൈം പാസ്. ചിത്രത്തിൻ്റെ പർപ്പസ് അതാണല്ലോ. എന്താണ് ഒരു മൂവിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം? എന്താണ്? നമ്മുടെ സാധാരണ ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുക. അത് ഇതിന് ഈസി ആയിട്ട് നടന്നിട്ടുണ്ട്. പിന്നെന്താണ്, ലീഡ് ക്യാരക്ടർ ജയറാം. എനിക്കറിയത്തില്ല ചില എന്തുമാണ് പറയുന്നതെന്നുള്ളത്. ജയറാം ഓസം പെർഫോമൻസാണ്. ഇതിനപ്പുറത്ത് എങ്ങനെയാണ് പെർഫോമൻസ് നൽകാൻ കഴിയുക എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്തുള്ള എല്ലാവരും തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലർ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ചിത്രം കാണുക, ഡിസപ്പോയിൻ്റ് ആവത്തില്ല. ഇത് അത്യാവശ്യം എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ആരെന്തൊക്കെ പറഞ്ഞാലും ഈ എപ്പോഴും പറയുന്ന പോലെ നല്ല ചിത്രങ്ങൾ വിജയിക്കും. ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കും.
അപ്പം ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നു. ഇവരെ സമ്മതിക്കണം കേട്ടോ, ഈ സിനിമാക്കാരെ സമ്മതിച്ചു കേട്ടോ. അതിപ്പോൾ ഹിറ്റായാലും ഫ്ലോപ്പായാലും ഇവരിത് എങ്ങനെയാണ് ഈ കലാസൃഷ്ടി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ദിസ് ഇസ് അൺബിലീവബിൾ. ആൻഡ് റിവ്യൂ ഇടൽ ഈസി മാൻ, എനിബഡി ക്യാൻ ഡു. ആർക്ക് വേണേലും പറ്റും റിവ്യൂ ഇടാൻ. ഐ മീൻ ഇരുന്നോണ്ടേ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല ഇത് ശരിയാണ്. ഇനിയിപ്പം പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ആർക്ക് വേണേലും പറ്റും. വലിയ മിടുക്കൊന്നും വേണ്ട. ഇതല്ലേ പോയി കാണുക, പോയി സൂപ്പർ അടിപൊളി സിനിമ.